ഹലോ, അങ്ങനെ നമ്മുടെ ഡെയിലി ലോഗിങ് സീരീസിലെ 29ാമത്തെ ദിവസമാണ് കേട്ടോ ഒന്ന്. രാവിലെ എണീറ്റ് കിച്ചണിൽ വന്നാലുണ്ടല്ലോ ഈ ഉപ്പേരിക്ക് നമ്മൾ ഉള്ളി കാച്ചില്ലേ, ആ ഒരു മണമാണ് കേട്ടോ. എനിക്ക് ആ മണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഇങ്ങനെ മൂക്കിലടിച്ച് കഴിഞ്ഞാൽ എനിക്ക് അപ്പോൾ കുറച്ച് ചോറെടുത്ത് കഴിക്കണം തോന്നും. പുറത്തുള്ള അടുക്കളയിൽ അച്ചമ്മ ഉപ്പേരിയും ചോറൊക്കെ വെക്കണ സമയത്ത് ഉള്ളിലുള്ള അടുക്കളയിൽ അമ്മ നൂൽപ്പെട്ടും നല്ല നാളികാരപ്പാലൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ മണം അടിച്ച് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. വയറ് ഫുള്ളാണെങ്കിലും ഞാനൊരു പാത്രത്തിൽ കുറച്ച് ഉപ്പേരി എടുത്ത് കട്ടൻ കാപ്പിയൊക്കെ കൂട്ടിയിട്ട് നല്ല തട്ടിയും. നാട്ടിൽ വന്ന നാൾ മുതൽ ഗുരുവായൂർ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നതാണ് കേട്ടോ. ഇപ്പോഴാണ് സമയവും കാര്യങ്ങളൊക്കെ ഒത്തു വന്നത്. സാരി ഉടുക്കാൻ പഠിച്ച പണി 18 ഞാൻ നോക്കിയിട്ടോ, പക്ഷേ ഒരു രക്ഷയില്ല. ലാസ്റ്റ് അമ്മ തന്നെ വേണ്ടി വന്നിട്ടോ ഒന്ന് റെഡിയാക്കി തരാനായിട്ട്. പിന്നെ പിള്ളേരനൊക്കെ ഞാൻ തന്നെ ചെത്തുമണികളാക്കി ഒരുക്കി. വേറെ എവിടെ പോകുമ്പോൾ ഒരുങ്ങിയില്ലെങ്കിലും ഗുരുവായൂർ അമ്പലത്തിൽ പോണ സമയത്ത് ഒന്ന് ഒരുങ്ങി പോവാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. ഒരു പുതിയ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ അമ്പലത്തേക്ക്, അതും ഗുരുവായൂർ അമ്പലത്തേക്ക് ഇടാമെന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരുന്നു. ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെയാണ് ഇപ്പോഴും. ഗുരുവായൂർ അമ്പലം പോകുമ്പോൾ ഒന്ന് ഒരുങ്ങി പോവുക, അതുപോലെ അവിടെ പോയിട്ട് കുറച്ച് മുല്ലപ്പൂ വാങ്ങി വെക്കുക എന്നൊക്കെ പറയുന്നത് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് ഞാൻ അങ്ങനെ ഫോണൊന്നും എടുത്തില്ല, അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. നമ്മളവിടെ പോയി മെയിനായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോവാറ്. ഉള്ള കാര്യം ഉള്ള പോലെ പറയണമല്ലോ. ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ എപ്പോൾ പോയാലും ഭക്ഷണം കഴിക്കാനാണ് ആദ്യം വരി നിൽക്കാറുള്ളത്. പിന്നെ സമയത്തിനനുസരിച്ചിട്ടാണ് ഉള്ളിൽ കയറുന്നതും കയറാതിരിക്കുന്നതൊക്കെ. പിന്നെ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചാലേ ഭഗവാൻ കേൾക്കുള്ളൂ അങ്ങനെയൊന്നുമില്ല. നമ്മളെവിടെ നിന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാലും ഭഗവാൻ കേൾക്കുമെന്നാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം എന്തിനാണ് അമ്പലത്തിൽ പോകണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും അല്ല, നമ്മൾ ഉള്ളിൽ കയറാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ പോകാറുണ്ട് ചില ദിവസങ്ങളിൽ. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ പറ്റാതെയും തിരിച്ചു പോന്നിട്ടുണ്ട്. പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ പോവുക, ആ കുളത്തിലൊക്കെ ഒന്ന് കാല് കഴുകുക, ഉള്ളിൽ കയറുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വരി നിൽക്കുക, ടോക്കൺ വാങ്ങി എന്താ പറയുക അതിൻ്റെ ഉള്ളിൽ കയറി പ്രസാദമായിട്ട് കഴിക്കുക എന്നൊക്കെ പറയുന്നത് പഴയ കുറേ കാര്യങ്ങളിങ്ങനെ ഓർമ്മപ്പെടുത്തി എടുക്കണ പോലെ എനിക്ക് തോന്നും കേട്ടോ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ. അതൊക്കെ ഒരു കാലമല്ലേ. ഇന്നിപ്പോൾ പൈസ കൊടുത്താൽ അടക്കം നമുക്ക് ഉള്ളിൽ കയറി തൊഴാം, അല്ലെങ്കിൽ നമുക്ക് സ്വാധീനം ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും കയറി തൊഴാം. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഉള്ളിലൊക്കെ കയറി തൊഴുത് ഞങ്ങളൊരു 2 മണി 3 മണിയൊക്കെ ആയപ്പം പുറത്തോട്ട് ഇറങ്ങി. അപ്പോഴേക്കും കുട്ടികൾക്കൊക്കെ വീണ്ടും വിശന്ന് തുടങ്ങി കേട്ടോ. പിന്നെ അവിടെ നിന്ന് വലിയൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയതും. എൻ്റെ കയ്യിൽ ഫോണില്ലാത്ത കാരണം അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. മെയിനായിട്ട് വാങ്ങിയത് ഈ ഗുരുവായൂരപ്പൻ്റെ കറുപ്പ് കളറുള്ള മോതിരമാണ് കേട്ടോ. ഇതും ഈ ചെറുപ്പത്തിലെ ഓർമ്മകളിലൊന്നാണ്. പിന്നെ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട ടോയ്സ്, അതുപോലെ വള, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു. പിന്നെ നമ്മുടെ ചെന്നൈയിൽ പോകുമ്പോൾ ലഡുവിനെ കൊടുക്കാനായിട്ട് ഒരു സെറ്റ് ഡ്രസ്സ് വാങ്ങിയായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു. ചെറുപ്പകാലങ്ങളിൽ ഗുരുവായൂർ അമ്പലത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കരയാത്ത ഒരു ദിവസം പോലും എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ. ഒന്നെങ്കിൽ ക്യൂ നിൽക്കുന്ന കാര്യത്തിന്, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിത്തരാത്ത കാര്യത്തിനൊക്കെ ഒരുപാട് കരഞ്ഞ നാളുകളൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട് കേട്ടോ. അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ മക്കളൊക്കെ ഭയങ്കര ഡീസൻ്റാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. എന്തായാലും സാരിക്ക് കൊടുത്തല്ലേ വിചാരിച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു.